ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അധിക ദിവസങ്ങളായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും എന്നോടൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് ഈ കാണുന്നത്. ആ ചേച്ചി എൻ്റെ കയ്യിൽ തലങ്ങും വിലങ്ങും കുത്തിയിട്ടും ഒരു ഞരമ്പ് പോലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം കുത്തി കഴിഞ്ഞ് ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ എൻ്റെ ചോര ഊറ്റിയെടുത്ത്. എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, പ്രഗ്നൻസിയുടെ ടൈമിനാണെങ്കിലും ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പ് ഇടാൻ നേരത്തൊക്കെ ആണെങ്കിൽ എപ്പോൾ കുത്തിയാലും ഈ ഞരമ്പ് കിട്ടാറില്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഗൈസ്? എനിക്ക് മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഒരു കണക്കിന് ആ ചേച്ചി എവിടെ നിൽക്കുകയോ ഞരമ്പ് കണ്ടുപിടിച്ച് ഒരു സിറിഞ്ച് നിറയെ ചോര ഊറ്റിയെടുത്തിൻ്റെ. എനിക്കാണെങ്കിൽ സൂചിയാണ് ഭയങ്കര പേടി. ആ ഒരു സമയം കൊണ്ട് ബബിക്കുട്ടൻ അവിടെ ഇരുന്ന ലേസൊക്കെ വാങ്ങിച്ചിരുന്ന് നല്ല സന്തോഷമായിട്ട് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ കൈ കുത്തണമെന്ന് അവൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അവന് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്നെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് കാണുകയാണെങ്കിൽ അവന് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എറണാകുളത്തേക്കാണ് കേട്ടോ. ഹൈക്കോർട്ടിൻ്റെ അവിടെയുള്ള കുറേ കുലുക്കി കടകളുണ്ടല്ലോ, കുലുക്കി സർബത്തും അങ്ങനെ കുറേ കടകൾ. അപ്പോൾ അവിടെയുണ്ട് നമ്മൾ പോയിട്ടുള്ളത്. അവിടെ നമ്മളിപ്പോൾ ഈ വാങ്ങിക്കണത് എന്തായിരുന്നു, ബൂസ്റ്റ് കുലുക്കിയാണേ. ഇതെനിക്ക് ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വേറെയും കുലുക്കിയൊക്കെ കണ്ടിട്ടുണ്ട്, ചേച്ചിമാരുടെയൊക്കെ കുലുക്കി കടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുലുക്കത്ത് മാത്രമേ ഉള്ളൂ. ഈ ചെറുക്കനാണെങ്കിൽ ആ ഗ്ലാസ് അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അടിച്ച് എന്തൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ കടകളുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളിങ്ങനെ ഈ മീൻചന്തയിൽ ചെല്ലുമ്പോൾ വിളിക്കില്ല, അതേപോലെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഈ ഒരു അധികം ആരും കയറാത്തൊരു അധികാരം കയറാത്ത കടയല്ല, ആ സമയത്ത് അവിടെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ പോയി ഈ ബൂസ്റ്റ് കുലുക്കി കുടിച്ചേട്ടാ. പക്ഷെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞാൻ ഒരു ഗ്ലാസ്സേ വാങ്ങിച്ചുള്ളൂ. അതായത് നല്ലതാണെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഒരെണ്ണം കുടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓക്കെ. അപ്പോഴേക്കും ബബിക്കുട്ടൻ പറഞ്ഞ് അവന് ഓറഞ്ച് ജ്യൂസ് വേണമെന്നും പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ അത് വാങ്ങി. പക്ഷേ അത് വൻ ബോറായിരുന്നു. ഈ ബൂസ്റ്റ് കുലുക്കിയുടെ സകല എന്താ പറയുക ടേസ്റ്റും പോയി വായിന്ന് ആ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട്. അവനൊട്ട് കുടിച്ചുമില്ല, നമ്മൾ പിന്നെ ലാസ്റ്റ് രണ്ടിനും കൂടി കുടിച്ച് തീർക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് പിന്നെ വണ്ടി കയറി. നമ്മൾ ജ്യൂസ് കുടിച്ച കടയുടെ അങ്ങോട്ടേക്ക് കയറണം. അവിടെ മുഴുവനും നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചേക്കണിരിക്കും. അതുകൊണ്ട് അവിടെ എങ്ങും വണ്ടി വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറി ആ ബസ് സ്റ്റോപ്പിലാണ് ചായ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നേരെ ബ്രോഡ്വേയിലോട്ട് കയറിയ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ്. അവിടെ നിന്ന് ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സാമ്പാർ കിറ്റ് വാങ്ങിച്ചേ. പക്ഷേ ആ ചേട്ടൻ എന്നെ പറ്റിച്ച സാമ്പാർ കിറ്റിൽ ക്യാരറ്റ് ഉണ്ടായില്ല. എനിക്ക് സാമ്പാറിൽ ഏറ്റവും ഇഷ്ടം ക്യാരറ്റാണേ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കറങ്ങി വന്ന് ഇങ്ങനെ ചെരുപ്പ് വയ്ക്കണം കണ്ടപ്പോഴേക്കും എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങി തന്ന്. പിന്നെ നമ്മൾ ബ്രോഡ്വേയിൽ വന്നാൽ മസ്റ്റായിട്ടും ബബിക്കുട്ടന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നട്ട്സ് വാങ്ങിക്കും. ഇങ്ങനത്തെ കട ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഈ കടയിലും കയറി നട്ട്സൊക്കെ വാങ്ങിച്ചേട്ടാ. അപ്പോൾ അവിടെ നിന്ന് ആ ചെക്കൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തരും. അങ്ങനെയൊക്കെ നമ്മൾ നോക്കി കുറച്ച്, അങ്ങനെ അധികമൊന്നും വാങ്ങത്തില്ല, കുറച്ച് വാങ്ങിച്ച്. കാഷ്നട്ടിൻ്റെ തന്നെ പല വേരിയൻ്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പലതും പല റേറ്റും ആയിരിക്കും. പിന്നെ അതുപോലെ ബദാം, വാൾനട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണയല്ല, ഇങ്ങനെ ഫോറിൻ മിഠായിയൊക്കെ പോലത്തെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ബബിക്കുട്ടൻ അവിടെ നിന്ന് അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവൻ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഇതുപോലെ എപ്പോഴും ഒന്നും അങ്ങനെ എറണാകുളത്ത് പോകാറില്ല. പക്ഷേ തല്ലുപിടിച്ച് കഴിഞ്ഞ് ഒരു ദിവസം വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ കൂടുമല്ലോ. അപ്പോൾ ആ കൂടുന്ന സമയത്തൊന്ന് കറങ്ങാൻ പോകാമെന്ന് പറയും. അങ്ങനെ കറങ്ങാൻ പോയൊരു പോക്കാണ് ഈ പോക്ക്. അപ്പോൾ അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട് ബബിക്കുട്ടനാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെയൊക്കെ ഓടി നടന്ന്. പിന്നെ ഭയങ്കര കളിയായിരുന്നു അവിടെയൊക്കെ. അവന് വണ്ടിയിലിരിക്കണേക്കാട്ടിലും ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങി ഓടി നടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി സുഭാഷ് പാർക്കിൽ കയറിയിടാം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ്, ഇത്രയും നാളിനിടയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറണത്. അപ്പുറത്ത് ഒരെണ്ണമുണ്ടല്ലോ കുട്ടികളുടെ കളിക്കണ കുറേ സാധനങ്ങളൊക്കെ ഉള്ള, അവിടെ മിക്കപ്പോഴും ഇവനായിട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു പാർക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു കായലിൻ്റെ സൈഡിലൊക്കെ ഇരിക്കണതൊക്കെ അടിപൊളി വൈബാ, സൂപ്പറാണ്. നമ്മളവിടെ ഇരുന്നില്ല, പക്ഷെ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചെറിയൊരു കവാടം പോലെയാണ്. അതിൻ്റെ അകത്തോട്ട് കയറണത് ചിത്രശലഭങ്ങളുടെയൊക്കെ ഒരു ഉദ്യാനം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പം ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് എന്താ പറയണ ചിത്രശലഭങ്ങളൊക്കെ വരാറുണ്ടെന്നാണ് പറയണത്. അത് ശരിക്കും കേട്ടോ, കുറേ ചിത്രശലഭം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളീനെ ഇങ്ങനെ ഇറക്കി അങ്ങോട്ട് വിട്ടണമെങ്കിൽ ഓടി നടന്നേക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അപ്പോൾ ഞാൻ ഈ ചേനോട് ചോദിക്കണമായിരുന്നു, നമ്മൾ കുറേ നാൾ സ്നേഹിച്ചങ്ങ് നടന്നിട്ടൊന്നും എന്തുകൊണ്ട് ഈ ചേനെ ഇവിടെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചേൻ പറഞ്ഞേ, ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് വന്നേന്ന്. ചുമ്മാ തള്ളണേ കേട്ടാ, എനിക്ക് ഫീൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല കാമായിട്ടുള്ള സ്ഥലം, എന്താ പറയണ, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ആ ഒരു കായലിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് എന്ത് രസമായിരിക്കും, അടിപൊളി. പിന്നെ ഞങ്ങളവിടെ അധികം സമയം ഇരുന്നൊന്നുമില്ല. പിന്നെ കുറേ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ അവിടെയൊക്കെ നിറച്ച് ചെളിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടക്കൂടെയൊക്കെ നടന്നൊരു കണക്കിന് വിഷമിച്ചാണ് വന്നത്. ഒരു വൈകുന്നേരം സമയമൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല സമാധാനമായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ അധിക സമയം അവിടെ നിന്നില്ല. വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണല്ലോ പോയത്. അപ്പോൾ അത് നേരം അവിടെ നിന്നില്ല. കണ്ടില്ലേ, കുറേ ചിത്രശലഭങ്ങളുണ്ട് അവിടെ. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെയൊക്കെ കളിക്കണ ഒരു റൈഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മഴ പെയ്തിട്ട് വെള്ളം കിടക്കണേണ്ട. അപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു അവനെ അങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി. കാരണം ഒന്നാമത്തെ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പോകുമ്പോൾ എടുക്കേണ്ടതാണ്, അന്ന് ഞാൻ പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവൻ അതിൽ കയറി നനയനാണെങ്കിൽ പണിയാവില്ല എന്ന് കരുതി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അപ്പനും മകനും കൂടി ഫ്രണ്ടേ വെച്ച് പിടിച്ച് ഞാൻ പിന്നെ ആ ചെളിയിൽ കൂടിയൊക്കെ നടന്ന് പതുക്കെ ചെന്നപ്പോഴേക്കും അവിടുത്തെ വാച്ച്മാൻ ചേട്ടൻ ഇച്ചായനോട് പറയണ്ടായിരുന്നു, വെള്ളമാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ അവനത് കണ്ടുപോയത് കൊണ്ട് പിന്നെ അതിൽ കയറാതെ പോരണത് ശരിയല്ലല്ലോ, അവൻ സമ്മതിക്കില്ല. അങ്ങനെ കുറച്ച് സമയം പുള്ളിനെ അതിൽ കയറ്റി ഭയങ്കര ചാടിയൊക്കെ ആയിരുന്നു ഇങ്ങനെ. പിന്നെ ഒരു കണക്കിന് ആ പാലം പോലെ ഇരിക്കണൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ പപ്പയുടെ കൈയൊക്കെ പിടിച്ച് നടന്ന് അവൻ്റെ കരുത്തൊക്കെ തെളിയിച്ച് അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തേ. പക്ഷേ തിരിച്ചിറങ്ങടാന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് അവൻ ഇറങ്ങണ്ടായിരുന്നില്ല, അവന് പോരണ്ടെന്നുള്ള രീതിയായി. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിടിച്ചിറക്കി അവിടെ നിന്ന് കൊണ്ടുവന്നത്. കാരണം കുറേ നാളായി പാർക്കിൽ കൊണ്ടുപോയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴേക്കും അവന് ഒട്ടും വരാൻ വേണ്ടി ഇഷ്ടമുണ്ടായില്ല. അവനെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ലടാ. വേറൊന്നുമല്ല, ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ വന്നില്ലെങ്കിലും കുളിക്കാൻ വിളിക്കുമ്പോൾ വന്നെങ്കിലും ഒക്കെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പാർക്കിൽ പോകണ്ടേ എന്നിങ്ങനെ ചോദിച്ചിട്ടിരിക്കും. അതുകൊണ്ട് കൊച്ചു പാർക്കിൽ പോയിട്ട് തിരിച്ച് വന്നില്ല. എന്ത് ചെയ്യാനാ, അവൻ്റെ കുഴപ്പമില്ല. പിന്നെ അവിടെയൊക്കെ നടന്ന് പുള്ളിക്ക് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം മറ്റേ പാർക്കിലുള്ള പോലത്തെ അത്രക്കും സിമ്പിളല്ല ഇത് ഇച്ചിരി ടാസ്ക്കായിട്ട് കൊച്ചിന് തോന്നിയേ. പിന്നെ ഇത് സ്ലൈഡ് കണ്ടില്ലേ, ഇതിൻ്റെ നേരെ താഴെ നിറയെ വെള്ളമാണ്. അതുകൊണ്ട് ഞാൻ താഴത്തോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ പിടിച്ചെടുത്തേട്ടാ. അങ്ങനെ അവൻ അവിടെ നിന്ന് ഒരു കണക്കിന് വലിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫോട്ടോയാണെന്ന് കരുതി ചെയ്യാൻ പോസ് ചെയ്യാനുണ്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാണ്ട് പോകുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ നേരെ പെരുമ്പടപ്പിൽ വന്നപ്പോഴേക്കും അവിടെ നമ്മൾ മാർക്കറ്റിൽ കയറി കേട്ടോ. പെരുമ്പടപ്പ് മാർക്കറ്റിൽ കയറി നമ്മൾ മീനൊക്കെ വാങ്ങിച്ച്. ഈ മീനാണ് നമ്മൾ വാങ്ങിയത്. ലാഭത്തിന് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല. നമ്മൾ ഈ ഒരു മാർക്കറ്റാണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ കയറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതും കയറി വാങ്ങി തിരിച്ച് പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കപ്പലണ്ടി ചേട്ടനെ കണ്ടത്, കപ്പലണ്ടി വിൽക്കുന്ന ചേട്ടനെ കണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇച്ചാനോട് പറഞ്ഞ കപ്പലണ്ടി വേണോ ഇച്ചായെന്ന് പറഞ്ഞാൽ പിന്നെ നേരെ വളച്ച് കൊണ്ടുവന്ന് കപ്പലണ്ടി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊതി കപ്പലണ്ടി എനിക്കും ഇഷ്ടമാണ്, ഇച്ചാനും ഇഷ്ടമാണ്, ബാബിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കപ്പലണ്ടിയും കൂടിയൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോകണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.